ഹലോ ഓൾ, വെൽക്കം ടു ഈസിലന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ CUT PG സ്കോർ കാർഡൊക്കെ റിലീസായി. ഓരോ യൂണിവേഴ്സിറ്റികളും, വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികൾ അവരുടെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ, ഒരുപാട് ഡൗട്ട്സുകളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്കോറിന് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ സ്കോർ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, എത്ര സ്കോറുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവരാണെങ്കിൽ എന്തായാലും മുന്നത്തെ വീഡിയോ പോയി കാണുക. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ വീഡിയോ കാണുന്നത്, ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്കും ചെയ്യും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റകൾ CUT PG 2025 നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ, എസ്പെഷ്യലി സോഷ്യൽ വർക്കിന്റെ എക്സാം എഴുതിയതിൽ ആ ഒരു എക്സാമിന് ശേഷമുള്ള ഡാറ്റയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. പിന്നെ ഈ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ വെച്ചിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കിട്ടാനുള്ള ചാൻസുകൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ എത്രയൊക്കെ സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ്ലി കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഒരുപാട് ഡാറ്റാസ് ഇതിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് കാര്യങ്ങളോട് കിടക്കാം. യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ CUT PG 2020 സ്കോർ റിലേറ്റഡ് ഡാറ്റ. കാരണം ഈ വർഷം 5246 പേരാണ് 5246 പേരാണ് എക്സാം എഴുതിയിട്ടുണ്ടായത്. 5246 പേര് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. CUT-യിൽ 7000 സംതിങ് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ട് അതിൽ അപ്പിയർ ചെയ്തത് 5246 എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യ ആൾക്കാരാണ്. ഇത്രയും പേരാണ് ഈ വർഷം MSW എഴുതിയത്. അതിൽ MSW നല്ല രീതിയിൽ പാഷൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ദെൻ BSW പഠിച്ചുകൊണ്ട് MSW രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം നല്ലൊരു കോഴ്സ് എന്ന രീതിയിൽ കണ്ടെത്തിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിലും ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. എനിവേ, ഇപ്പൊ ഇത്ര ടോട്ടൽ ആൾക്കാർ എഴുതിയതിൽ ഈ വർഷത്തെ സ്കോർ റേഞ്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് സ്കോർ വന്നിട്ടുള്ളത് 240 ആണ്. 240 മാർക്കാണ് ഏറ്റവും ടോപ്പ് സ്കോർ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 10 മാർക്ക് കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, കഴിഞ്ഞ വർഷം 250 ആയിരുന്നു ടോപ്പ് സ്കോർ, ഈ വർഷം 240 ആയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ഈ ഡാറ്റകളോട്ട് പോകാം. നമ്മൾ അതിന്റെ ആ ഒരു സ്കോർ റേഞ്ച് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കട്ട് ഓഫ് ഒക്കെ പറയാൻ പറ്റും. ഇവിടെ നോക്കാം, 200-ന് മുകളിലോട്ട്, അതായത് 200 മുതൽ 200-ന് മുകളിലുള്ള സ്കോർ, അതായത് 240 വരെയുള്ള ആ ഒരു സ്കോർ കിട്ടിയിട്ടുള്ള ആൾക്കാർ 44 പേര് മാത്രമാണ്. അതായത് 1% പോലും ആൾക്കാർക്ക് 200-ന് മുകളിൽ മാർക്കില്ല എന്നാണ് അർത്ഥം. 0.838% ആണ് എന്തായിട്ടുള്ളത് 200 അല്ലെങ്കിൽ 200-ന് മുകളിലോ സ്കോർ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ദെൻ അടുത്തൊരു സെഗ്മെന്റ് വരുന്ന സമയത്ത് 170 to 199 ആണ് പറയുന്നത്. അതിൽ 167 പേരാണ് അതിൽ ആ ഒരു റേഞ്ചിൽ സ്കോർ ചെയ്തത്. വ്യത്യാസം നോക്കണം, ഏകദേശം ഒരു 29 മാർക്കിന്റെ വ്യത്യാസമുണ്ട്. അതിൽ 167 പേരാണ് അവിടെ ഉണ്ടായത്. അത് ഏകദേശം ഒരു 3.183% ആണ് എഴുതിയ ആളുകളിൽ. അത്രയും പെർസെന്റ് ആൾക്കാർക്കാണ് ഉണ്ടായത് 170-യുടെ മുകളിലോട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. നമുക്ക് തുടക്കത്തിലെ പറയുന്നുണ്ടായിരുന്നു 170 അല്ലെങ്കിൽ 180 ഇതൊരു നിങ്ങളുടെ സേഫ് ആയിട്ടുള്ള സോണാണ് നമ്മൾ പറയാറുണ്ടായത് പിള്ളേരോടൊക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ഡാറ്റ കാണുമ്പോൾ. പിന്നെ അടുത്തൊരു സെഗ്മെന്റ് 150 to 169 ആണ്. മാർക്കിന്റെ ആ റേഞ്ച് കുറച്ചു. 19 മാർക്ക് വ്യത്യാസത്തിൽ 240 പേരുണ്ട്. ഏകദേശം 4.574% അതിലുണ്ട്. ദെൻ പിന്നെ വീണ്ടും താഴോട്ട് വരുമ്പോൾ 120 to 149 വരുമ്പോൾ 614 പേരുണ്ട്. അതിൽ 11% ആണ്, അറൌണ്ട് 11% ഉണ്ട്. ദെൻ പിന്നെ വരുന്നത് 100 to 119 വരെയാണ്. അത് നോക്കുമ്പോൾ 641 പേര്, 12% അല്ലെങ്കിൽ 12.5% ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വീണ്ടും 100-ന് താഴോട്ട് വരുന്ന സമയത്ത് ഒരു 70 വരെ മാർക്ക് കിട്ടിയ ആൾക്കാർ 1330 പേരുണ്ട്. അതായത് എക്സാം എഴുതിയ 1% ആളുകൾക്ക് ഒരാൾക്ക് എത്രയാണ് 70 to 99 സ്കോറിന്റെ ഇടയിലാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് നോക്കാം, നമുക്ക് താഴോട്ട് വീണ്ടും വരുമ്പോൾ അതിന്റെ
എണ്ണം 50 to 69, അതായത് ഒരു 19 മാർക്കിന്റെ വ്യത്യാസത്തിൽ 1007 പേരാണ് നിൽക്കുന്നത്. ഇനി അതിനേക്കാൾ ഇൻട്രസ്റ്റ് നടക്കണമെന്ന് അറിയോ, 50 മാർക്കിൽ താഴെ കിട്ടിയ ആൾക്കാർ 1203 ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഈ ബിലോ 100 എന്ന് പറയുന്ന സ്കോർ കിട്ടിയ ആൾക്കാർ ഏകദേശം 67% ആൾക്കാരുണ്ട്. 67.47% ആൾക്കാർക്കും ബിലോ 100 ആണ് സ്കോർ കിട്ടിയുള്ളത്. മനസ്സിലാക്കണം നിങ്ങൾ. ആ ഒരു വലിയൊരു വലിയൊരു എന്താ പറയാ, വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അത്രയും വലിയ വ്യത്യാസം. അതായത് എഴുതിയ 4 പേര് എഴുതിയതിൽ 3 പേർക്കും എന്താണ് ബിലോ 100 ആണ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതായത് 30% അല്ലെങ്കിൽ 35% കുറവ് മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വലിയൊരു സംഭവമാണ് അത്. ഇത് നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. ദെൻ ഇനി വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സുമായിട്ടും പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാല്, ഇതിൽ തന്നെ ഈ ലാസ്റ്റ് പറയുന്ന 1000 ബിലോ 50 നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റും 0 to -19 പേർക്ക് 0 അല്ലെങ്കിൽ നെഗറ്റീവ്. ഫുൾ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ 0 to -22 വരെയൊക്കെ മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം 19 പേരാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ ബിലോ 10 മാർക്ക് കിട്ടിയത് 44 പേരാണ്. ബിലോ 20 കിട്ടിയത് 89 പേരാണ്. അപ്പൊ ഏകദേശം ഒരു 2% ആൾക്കാർക്ക് 20 മാർക്കിലും കുറവാണെന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ബാക്കിയുള്ള 20% ആൾക്കാരാണ് ബിലോ 30 വരുന്നത്. ഏകദേശം ഒരു എത്ര പറയാ, ഒരു 1100ഓളം ആളുകൾ ബിലോ 50 to 15-ന്റെയും 20-ന്റെയും ഇടയിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കട്ട് ഓഫ് എന്നത് വളരെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ടിസ്സിലാണെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ടിസ്സിലൊക്കെ എനിക്ക് തോന്നുന്നു 165 160 ഒക്കെ സ്കോർ ഉള്ള ആളുകൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനേക്കാൾ കുറയാനാണ് ചാൻസ് ഉള്ളത്. അപ്പൊ ഇവിടെ ഈ 100-ന് താഴെയുള്ള ആളുകൾക്കും അപ്ലൈ ചെയ്താൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത്. കാരണം അറിയാലോ, ഇത് നോക്ക്, ഇവിടെ ആകെ ഈ ഒരു ബിലോ അബോവ് 100 വരുന്നത് ആകെ എത്ര പേർക്കാ, ഒരു 30% ആൾക്കാർക്ക് 32.517 എന്ന് പറയുന്ന ഒരു പെർസെന്റേജ് ആണ് 100 മാർക്കിന് മുകളിലുള്ള ആൾക്കാർ. അപ്പൊ ഒരു 40% ആൾക്കാരെങ്കിലും ശരിക്കും ഒരു കട്ട് ഓഫ് ഒക്കെ ഇടുമ്പോൾ എന്തായാലും അത്രയും ആൾക്കാരെ പരിഗണിക്കുമല്ലോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു 100 മാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷുവർ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഒരു 70-ന്റെയും 99-ന്റെയും ഇടയിൽ കിട്ടിയാൽ നിങ്ങൾ അപ്ലൈ ചെയ്യണ്ട എന്നല്ല, നിങ്ങളും അപ്ലൈ ചെയ്തോളൂ. എന്തായാലും പ്രത്യേകിച്ച് ആ കാറ്റഗറിയിലേക്കുള്ള റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാർ, ആ റേഞ്ചിലേക്കുള്ള ആൾക്കാണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യണം. എന്തായാലും അപ്ലൈ ചെയ്യണം. അത് നിങ്ങൾ നല്ല യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തോളൂ. കഴിഞ്ഞ വർഷം ഞാൻ പറയാറുണ്ട്, കുറഞ്ഞ മാർക്ക് കുറയുന്ന സമയത്ത് നമ്മളെന്ത് പറയാറുണ്ടായിരുന്നു, അത്ര നല്ല യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയും ഒഴിവാക്കാണ്ട് തന്നെ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നതാണ് പറയാനുള്ളത്. എസ്പെഷ്യലി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പോലെ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ ഒക്കെ പോയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു നഷ്ടവുമില്ല. ചിലപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടാനുള്ള ചാൻസുകൾ, അത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ അലോട്ട്മെന്റിൽ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. സെക്കൻഡിലോ തേർഡിലോ ഫോർത്തിലോ ഒക്കെ 5th വരെയൊക്കെ പോകുന്ന അഡ്മിഷൻ പ്രോസസ്സുകൾ പല യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി മാത്രം 5ഓളം അഡ്മിഷൻ പ്രൊസീജിയർ നടന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് പ്രതീക്ഷകളുണ്ട്, നമുക്ക് ഒരുപാട് ഹോപ്പ് വെക്കാവുന്നതാണ്. സോ എന്താകണ്ട, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്താവണ്ട, പിന്നോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോ എന്തായാലും കുറച്ച് ആളുകൾ എന്തായാലും എന്താകുന്നുണ്ട്, ഇനിയിപ്പം ജാമ്യ മില്ലിയുടെ എൻട്രൻസ് വരുന്നുണ്ട്, അതുപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ വ്യത്യസ്തമായ ഓട്ടോണമസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ രാജഗിരി, അതുപോലെ തന്നെ മദ്രാസ് പ്രൊഫഷണൽ വർക്ക്, പിന്നെ അവരുടെയൊക്കെ നാടുകളിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എഴുതിയ ആളുകൾക്കുള്ള ഈ എഴുതിയ ആളുകൾക്ക് നിങ്ങൾക്ക് സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാം. അത് ഈവൻ ടിസ് ആയാലും ഞാൻ എന്താണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ടിസ്സിലൊക്കെ ഈ വർഷം എനിക്ക് തോന്നുന്നത് 100 ഒക്കെ അല്ലെങ്കിൽ 120 ഒക്കെ ആയിട്ട് കട്ട് ഓഫ് വളരെ താഴാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. 120 ഒക്കെ വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ 120-ലുള്ള ആൾക്കാരെ ഏകദേശമൊക്കെ വേറെ പല യൂണിവേഴ്സിറ്റികളും പോകാൻ ഉള്ള ആൾക്കാരുണ്ടാവും, വേറെ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. സോ
ദർ ഇസ് എ ഹോപ്പ്. അപ്പൊ നിങ്ങൾ ആ പ്രതീക്ഷ കഴിവിടേണ്ട. ഈ വർഷം തന്നെ PG ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്താക്കണം, എല്ലാ യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്തിടുക എന്നുള്ള കുറച്ച് ഫിനാൻഷ്യൽ സംഭവങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും യു വിൽ ഗെറ്റ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആണ്. ഇങ്ങനെ പറയാനുള്ള കാരണം നമുക്കറിയാം, ഈ വർഷം ഏകദേശം നമ്മുടെ യൂണിവേഴ്സിറ്റി CUT-യുടെ അണ്ടറിൽ വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് 42 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ 42 സെൻട്രൽ യൂണിവേഴ്സിറ്റീസും 42 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, 42 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, 42 CUs വരുന്നുണ്ട്, അതുപോലെ തന്നെ 42 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. ഏകദേശം അറൌണ്ട് 80 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. ദെൻ 16 ഡീംഡ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. 16ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റീസും വരുന്നുണ്ട്. ഇതിൽ നമ്മൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് CUT ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും നിങ്ങളൊന്ന് പ്രിഫർ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. മേ ബി കമ്പാരിറ്റീവ്ലി അതിന്റെ ഒക്കെ ഒരു വാല്യൂ സെൻട്രൽ യൂണിവേഴ്സിറ്റി താഴെയാണ്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മാത്രമായിട്ട് 22ഓളം യൂണിവേഴ്സിറ്റികളിൽ MSW പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MSW ഓർ MA സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൽ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അതിൽ ടിസ്റ്റിന് മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ടിസ്റ്റും കൂടെ ടോട്ടൽ 23 സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ എന്ന് പറയാൻ നോക്കും. നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് 23 യൂണിവേഴ്സിറ്റികളാണ്, 23 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് നോക്കാം. ഇതിൽ ഓരോന്നിന്റെയും എന്താ പറയാ ഇൻടേക്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻടേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വരുന്നത് തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. അവിടെ നോക്കണം, നിങ്ങൾ 361 സീറ്റുകൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലുണ്ട്. നമ്മൾ നേരത്തെ കണക്കിലോട്ടൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ വരുന്ന 2 കാറ്റഗറിയിൽ കൂട്ടിയാൽ പോലും അത്ര എത്തുന്നില്ല. അപ്പം ഈ 150 വരെയൊക്കെ ഉള്ള കാറ്റഗറി വരെ എന്താവാന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ 120 പറഞ്ഞിരുന്നു. ഒരു പക്ഷെ 150 ഒക്കെ അതിൽ കട്ട് ഓഫ് വരാൻ ചാൻസ്. 150 ഒക്കെ എന്തായാലും 150 വരെ കിട്ടിയ നിങ്ങൾ എന്തായാലും ഷുവർ ആയിട്ട് ടിസിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ടിസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 246 സീറ്റുകളാണ് മെയിൻ ക്യാമ്പസിലുള്ളത്. ബാക്കിയുള്ള 75 സീറ്റ് എന്ന് പറയുന്നത് എവിടെയുള്ളതാണ്? ഗുവാഹത്തിയിലാണ്. ഗുവാഹത്തി ക്യാമ്പസിൽ, അവിടെ അസാമിലുള്ള ഗുവാഹത്തി സെന്ററിലാണ് 75 സീറ്റുകൾ വരുന്നത്. ബാക്കി 40 സീറ്റുകൾ വരുന്നത് എന്താണ്? നമ്മുടെ തുൾജാപൂർ ക്യാമ്പസിലാണ് 40 സീറ്റുകൾ വരുന്നത്. അത് ടോട്ടൽ 360 സീറ്റുകളുണ്ട്. ദെൻ അതേപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി വരുന്ന സമയത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 100 സീറ്റുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അത് പലപ്പോഴും കൂടാറുണ്ട്. അന്വേഷിക്കുമ്പോൾ 110 ആയിട്ടുള്ള സമയങ്ങൾ ഉണ്ടാകും. അതേപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആകുമ്പോൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഒരു 65 സീറ്റ് അത് പലപ്പോഴും കൂടാറുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 70+ സീറ്റ്സുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. അത് നിങ്ങൾ നോക്കുക, ഈ ഒരു ആദ്യത്തെ പ്രധാനമായിട്ടും കോമ്പറ്റീഷൻ വരുന്ന 3 യൂണിവേഴ്സിറ്റികളിൽ തന്നെ അവസ്ഥ നോക്കി നിങ്ങൾ. 500 സംതിങ് സീറ്റുകൾ 500 സംതിങ് സീറ്റുകൾ അവിടെ വരുന്നുണ്ട്. 520 സംതിങ് സീറ്റുകൾ അവിടെ വരുന്നുണ്ട്. ഒരു 150 വരെ സ്കോർ കിട്ടിയ ആൾക്കാർക്ക് ഈ 3 യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്ത് പറ്റും. ഒരു 150 വരെയൊക്കെ എന്തായാലും നിങ്ങൾക്ക് കിട്ടും. 120 ആണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ചാൻസിലോ തേർഡ് ചാൻസിലൊക്കെ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കഴിഞ്ഞ വർഷമൊക്കെ പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ 170, 180 ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഭയങ്കര സമയം ഉണ്ടായിരുന്നു. 190 കിട്ടിയിട്ടും 183 കിട്ടിയിട്ടും കിട്ടാത്ത ആൾക്കാർ, 86 കിട്ടാത്ത ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ അതിനൊക്കെ മാറി ഇപ്പൊ ഒരു 120 ഒക്കെ ഉള്ള ആൾക്കാർക്ക് പോലും, ഈവൻ റിസർവേഷൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും ഉറപ്പാണ്. അപ്പം ഈ ഒരു 3 യൂണിവേഴ്സിറ്റികൾ തന്നെ നല്ല സ്കോറുള്ള ആൾക്കാർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ബാക്കി ഇങ്ങോട്ടേക്ക് നോക്കും നിങ്ങൾ. ഇവിടെ ടോട്ടൽ സീറ്റുകൾ എന്ന് പറയുന്നത് ഞാനിവിടെ ഏകദേശം 20ഓളം യൂണിവേഴ്സിറ്റികൾ കൂടിയിട്ടുള്ളൂ. ഈ 20ഓളം യൂണിവേഴ്സിറ്റികൾ ടോട്ടലോടെ നിങ്ങൾക്ക് കാണാം 1053 സീറ്റുകളുണ്ട്. 1053 സീറ്റുകളുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഇത്രയും കാറ്റഗറി കൂട്ടിയാൽ മാത്രം തന്നെ
ഈ ഒരു 100 വരെയുള്ള സ്കോർ കൂട്ടിയാൽ 1200 സംതിങ് അല്ലെങ്കിൽ 1400 ആൾക്കാരൊക്കെ കൂടുതൽ വരും, മാക്സിമം വരുള്ളൂ. അതായത് 100 മാർക്ക് കിട്ടിയ 1400 ആൾക്കാർ വന്നാലും എന്തുണ്ട്, നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. റിസർവേഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കിട്ടും. നിങ്ങൾ 100 മാർക്കുള്ള ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവിടെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ റിസർവേഷൻ കാറ്റഗറിക്കുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മാർക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സ്ഥലത്തും അപ്ലൈ ചെയ്യാണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ കിട്ടൂല എന്ന് വെച്ചിട്ട് അപ്ലൈ ചെയ്യാണ്ടിരിക്കേണ്ട. എല്ലായിടത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്തോ, എന്തായാലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ 1053 സീറ്റുകൾ ഈ ഒരു യൂണിവേഴ്സിറ്റികൾ. ഞാനത് പല യൂണിവേഴ്സിറ്റി കൂട്ടിയിട്ടില്ല. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയും അതുപോലെ IGNTU, RGNA, സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശ്. ഏകദേശം ഇവിടെയൊക്കെ മിനിമം എന്തായാലും ഒരു 30 സീറ്റുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 30 or 40 അപ്പോഴും കൂടുകയാണ്. 1100 1200 സീറ്റുകൾ എന്തായാലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മാത്രമായിട്ട് വരുന്നുണ്ട്. ഇതിന് ഒരുപാട് പേര് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോകുന്നുണ്ടാവും, ഒരുപാട് പേര് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോകുന്നവരുണ്ടാവും, ഒരുപാട് പേര് ജാമ്യ മില്ലിയ പോകുന്നവരുണ്ടാവും. അപ്പൊ ഈ 5000-ൽ 1/5 സീറ്റുകൾ ഇവിടെ നമുക്ക് ഉണ്ട്. ഈ 1/5 എന്ന് പറയുന്നത് 5000 ആൾക്കാർ എഴുതിയതിൽ ഒരു 1000 പേർക്കും എന്താണ് 100ന് മുകളിൽ സ്കോർ കിട്ടിയ ആൾക്കാർ 1000 പേരുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യണം. ഒരിക്കലും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പല യൂണിവേഴ്സിറ്റികളും വളരെ ഹൈലി എന്താ പറയാ അക്കാഡമിക്കലി ഉയർന്നു നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. പിന്നെ വാല്യൂവിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ പല യൂണിവേഴ്സിറ്റികളും മലയാളീസ് ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. നമ്മളൊക്കെ അറിയാത്ത, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത പല യൂണിവേഴ്സിറ്റികളുണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ചില യൂണിവേഴ്സിറ്റികളൊക്കെ എന്താണ് നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു ക്വാളിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്തു കൊള്ളണം എന്നില്ല. അപ്പൊ നിങ്ങൾ അത് അവിടുത്തെ അലുമിനീസിനോടൊക്കെ അന്വേഷിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത്തരം ഡാറ്റാസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാകുക, എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ഇത്രയേ ഉള്ളൂ പറയാന്. നിങ്ങൾ ഈ വർഷം തന്നെ PG പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഒരു MSW ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കായാലും നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കേണ്ട. ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസുകളുണ്ട്, ഹോപ്പുകളുണ്ട്. എന്ന് വെച്ചാൽ വലിയൊരു ഹോപ്പുകളൊന്നും തരില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷകൾ വെക്കാവുന്നതാണ്. കാരണം എല്ലാവരുടെയും സ്കോർ എന്താണ്, വളരെ കുറവ്. നേരത്തെ പറഞ്ഞു ബിലോ 100 മാത്രം 60% ആൾക്കാരുണ്ടെങ്കിൽ ബാക്കിയുള്ള 30 പേർക്ക് 30% അല്ലെങ്കിൽ 35% ആൾക്കാർക്ക് 40% ആൾക്കാർക്ക് എന്തായാലും സീറ്റ് കിട്ടും, ഉറപ്പല്ലേ. നിങ്ങൾ 100 ഒക്കെ മാർക്കാണെങ്കിൽ നിങ്ങൾ എന്തായാലും എല്ലാ യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്യണം. ബിലോ 100 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ, എസ്പെഷ്യലി റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യും. അപ്പം ഇനിയും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾ അഡ്മിഷന് സഹായിക്കുന്ന തരത്തിൽ ഒരുപാട് വീഡിയോസുകൾ വരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്താണോ എന്ന് വെച്ചാൽ നമുക്ക് വീഡിയോസ് ചെയ്യാം. നിങ്ങൾക്ക് കോഴ്സുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ MSW ഒരു MA സോഷ്യൽ ഡിഫറൻസ് അറിയാനോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമ്മൾ എന്തായാലും ഷുവർ ആയിട്ട് നിങ്ങൾ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസുമായി വരും. അപ്പം കൂടെ കുടിക്കോ. സ്റ്റേ ട്യൂൺ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.